ഡ്രീം ഹോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. മാമ്പഴക്കറി എല്ലാവർക്കും വെക്കാൻ അറിയായിരിക്കും, എങ്കിലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാട്ടിത്തരാം. അപ്പം മാങ്ങാപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ മാമ്പഴം മാത്രം എടുത്തു. അതിലേക്ക് ഞാൻ 3 പച്ചമുളക് അരിഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ഇട്ടതുകൊണ്ട് അല്പം കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മാമ്പഴം വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇനി മാമ്പഴം വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തു. ഇനി ചിരകിയ തേങ്ങയിലേക്ക് ഒരല്പം ചെറുജീരകം, 1/2 സ്പൂണോളം മതി. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മോരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാമ്പഴത്തിന് നല്ല മധുരമാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടി കുറച്ച് മോരൊഴിച്ചു. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. ഇനി വാങ്ങി വെച്ച കറിയിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. ഞാൻ കുറച്ച് ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയാണ് വറുത്തിടുന്നത്. അപ്പോൾ കടുകെല്ലാം പൊട്ടി എല്ലാം നല്ല കൃത്യമായിട്ട് വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വാങ്ങി വെച്ച കറിയിലേക്ക് നമ്മുടെ കടുക് താളിച്ചതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി കിടുക്കാച്ചിയായി. അപ്പോൾ ഇതുപോലെ നല്ല ഒരു അടിപൊളി മാമ്പഴക്കറി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.